നമ്മൾ ചാപ്റ്റർ 5 സർഫസ് കെമിസ്ട്രിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സർഫസ് ഫിനോമിനുമായി ബന്ധപ്പെട്ട ടേംസുകളാണ്. അതായത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് സർഫസ് കെമിസ്ട്രി. സർഫസിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കുറിച്ച്, സർഫസുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത് സർഫസ് കെമിസ്ട്രിയിൽ. അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് കാണുക, എന്നിട്ട് എല്ലാ അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സർഫസ് കെമിസ്ട്രി കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ്. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്? ഏതൊരു ഫിനോമിന നടന്നാലും സർഫസിൽ നടക്കുന്ന ഫിനോമിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഒരു റിയാക്ഷൻ നടക്കാൻ നമുക്കതിനകത്ത് പല സബ്സ്റ്റൻസുകളെ നമ്മൾ എടുക്കുന്നുണ്ടാകും. ആ സബ്സ്റ്റൻസുകളിൽ അതിൻ്റെ സർഫസിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനെക്കുറിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഫിനോമിന ഒക്കറിങ് അറ്റ് ദി സർഫസ് ഓർ ഇൻ്റർഫേസസ്. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദി ബൗണ്ടറി സെപ്പറേറ്റിംഗ് ടു ബൾക്ക് ഫേസസ് ആണ് സർഫസ്. അപ്പം നമുക്ക് ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിനൊരു സർഫസ് ഉണ്ടെന്നറിയാം. ആ സർഫസിലാണ് ഏതെങ്കിലും കെമിക്കലായിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സർഫസ് കെമിസ്ട്രിക്കകത്ത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സർഫസ് ഫിനോമിന, സർഫസിൽ നടക്കുന്ന പ്രോസസ്സുകൾക്ക് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള 1-2 എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ സർഫസ് ഫിനോമിന എന്താണെന്ന് ക്ലിയർ ആകും. അതിലെ ഫസ്റ്റ് വൺ, കൊറോഷൻ ഓഫ് മെറ്റൽസ്. അതായത് മെറ്റലുകൾക്ക് നാശം സംഭവിക്കുന്നു. കൊറോഷൻ ഓഫ് മെറ്റൽസ്, ഏതെങ്കിലും ഒരു മെറ്റലൊക്കെ എടുത്ത് നമ്മുടെ ഔട്ട്സൈഡിൽ വീണ്ടും പുറത്തെങ്ങാണം കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതിൻ്റെ സർഫസിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആ പ്രോസസ്സ് തുടരുകയാണെങ്കിൽ അതിൻ്റെ ബൾക്കായിട്ടുള്ള ഫേസിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഫിനോമിന സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സർഫസിന് ഓക്സിഡേഷൻ നടന്ന് നാശം സംഭവിച്ച് മെറ്റൽസൊക്കെ ആണെങ്കിൽ നിറം ഒരു മെറ്റലിൻ്റെ ഓക്സൈഡായിട്ട് മാറും. അയണൊക്കെ ആണെങ്കിൽ അയൺ ഓക്സൈഡായിട്ട് മാറുന്ന കാണാൻ പറ്റും. അപ്പം കൊറോഷൻ ഓഫ് മെറ്റൽസ് ഒരു സർഫസ് ഫിനോമിനയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് പറയുന്നുണ്ടാകും. അപ്പോൾ ഇലക്ട്രോഡ് റിയാക്ഷനകത്ത് ഒരു മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും അടുത്ത മെറ്റലിന് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്ന കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടന്ന് മെറ്റൽ ഫോം ചെയ്യുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യും. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എവിടെ തന്നെയാണ്? ഒരു ഇലക്ട്രോഡിൻ്റെ സർഫസിലാണ്. അപ്പോൾ അവിടെ ആ ഇലക്ട്രോഡിനാണ്, ഒരു ഇലക്ട്രോഡിൻ്റെ സർഫസിൽ നിന്നും ആ ഇലക്ട്രോഡിന് നാശം സംഭവിച്ച് സൊല്യൂഷനിലേക്ക് ഇറങ്ങുന്നു. അതേസമയം അടുത്ത ഇലക്ട്രോഡിന് എന്ത് സംഭവിക്കുന്നു? ആ കിട്ടുന്ന റിഡക്ഷൻ നടന്ന ശേഷം ആ മെറ്റൽ ആ ഇലക്ട്രോണിൻ്റെ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്ത് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി പറയുന്നൊരു ടേമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോഡ് പ്രോസസ്സുകളും സർഫസ് ഫിനോമിനാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഈ ചാപ്റ്ററിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഹെട്രോജീനിയസ് കറ്റാലിസിസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിൽ നടക്കുന്ന ഫിനോമിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്. അപ്പം പ്രധാനപ്പെട്ട 3 സർഫസ് ഫിനോമിനയാണ് പറഞ്ഞത്: കൊറോഷൻ ഓഫ് മെറ്റൽസ്, ഇലക്ട്രോഡ് പ്രോസസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഇനി അടുത്ത സർഫസ് കെമിസ്ട്രി എന്താണ്? നമ്മളിപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സർഫസ് കെമിസ്ട്രിയിൽ സർഫസ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അഡ്സോർപ്ഷൻ. അതോടൊപ്പം തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിനകത്ത് കൊളോയിഡൽ സ്റ്റേറ്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന 2 മെയിൻ പോർഷൻസ് ആണുള്ളത്. സർഫസ് പ്രോപ്പർട്ടീസ്, അതായത് സർഫസ് പ്രോപ്പർട്ടീസിലെ അഡ്സോർപ്ഷനെ കുറിച്ചും കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് അഡ്സോർപ്ഷനാണ്. അഡ്സോർപ്ഷൻ, ADSORPTION, അഡ്സോർപ്ഷൻ. The phenomenon of accumulation of molecules of a substance on the surface of liquid or a solid rather than the bulk. അതായത് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ
മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. എവിടെയാണ്? സർഫസിലാണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസ്, ആ സബ്സ്റ്റൻസ് ലിക്വിഡോ സോളിഡോ ആകാം. അപ്പോൾ സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ സർഫസിൽ മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നു ബൾക്കിനെ അപേക്ഷിച്ച്. ആ ഫിനോമിന, അങ്ങനെയുള്ള ഫിനോമിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മളിവിടെ നടത്തുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിനോമിന ഓഫ് അക്യുമുലേഷൻ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് എ ലിക്വിഡ് ഓർ എ സോളിഡ് റാദർ ദാൻ ദ ബൾക്ക്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഷുഗർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഷുഗറിൻ്റെ കളർ ഡീകളറൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു അഡ്സോർപ്ഷൻ എക്സാമ്പിളാണ്. അതായത് ആനിമൽ ചാർക്കോളിൻ്റെ സർഫസിലേക്ക് ഷുഗറിൻ്റെ കളർ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? ഡീകളറൈസേഷൻ ഓഫ് ഷുഗർ ബൈ പാസിങ് ഇറ്റ്സ് സൊല്യൂഷൻ ഓവർ ആനിമൽ ചാർക്കോൾ ഇൻ ഷുഗർ ഇൻഡസ്ട്രി. അപ്പോൾ ആനിമൽ ചാർക്കോളിൻ്റെ സർഫസിലുള്ള ആക്റ്റീവായിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് ഈ ഷുഗറിൻ്റെ കളർ വന്ന് ബൾക്കിൽ പോകുന്നതിന് പകരം എൻ്റെ സർഫസിൽ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ ആ സർഫസിൽ നടക്കുന്ന ഫിനോമിനയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ടേം വരുന്നുണ്ട്. ഒന്ന് ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസുമുണ്ട്, അതിൻ്റെ സർഫസിൽ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഷുഗറിൻ്റെ കളറുമുണ്ട്. അപ്പോൾ നമ്മൾ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് 2 ടേമാണ് പറയുന്നത്. ഒന്ന് അഡ്സോർബൻറ്റും മറ്റൊന്ന് അഡ്സോർബേറ്റും. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. അപ്പോൾ എന്താണ് അഡ്സോർബൻറ്റ്? അപ്പോൾ ഏത് സർഫസിലാണോ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത് ആ സർഫസിനെ പറയുന്ന പേര്, അതിനെയാണ് നമ്മൾ അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത്. അഡ്സോർബൻറ്റ് എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ അപ്പോൺ ഹൂസ് സർഫസ് ദ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബൻറ്റ്. അതായത് അഡ്സോർപ്ഷൻ നടക്കുന്ന സർഫസിനെ പറയുന്ന പേരാണ് അഡ്സോർബൻറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പ്രകാരം നമുക്കൊരു അഡ്സോർബൻറ്റ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു അഡ്സോർബേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആനിമൽ ചാർക്കോളാണ്. ആനിമൽ ചാർക്കോളിൻ്റെ സർഫസിലാണ് ഷുഗറിനകത്ത് കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2ാമത്തെ പോയിന്റ് ഏതാണ്? അഡ്സോർബേറ്റ്. ദ സബ്സ്റ്റൻസ് അഡ്സോർബ്ഡ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ്. ഏതാണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കളർ ഓഫ് ദി ഷുഗർ സൊല്യൂഷൻ, അതാണ് അഡ്സോർബേറ്റ്. ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത് അഡ്സോർബൻറ്റുമാണ്. അഡ്സോർപ്ഷൻ കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ പിക്ചറിനകത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ പിക്ചറിൽ ഒരു അഡ്സോർബൻറ്റിനെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു അഡ്സോർബേറ്റ് മോളിക്യൂൾസും അതിനകത്തുണ്ട്. അപ്പോൾ ഈ അഡ്സോർബേറ്റ് മോളിക്യൂൾസിനെ അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സർഫസിലാണത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡ്സോർബേറ്റ് മോളിക്യൂൾസ് അഡ്സോർബൻറ്റ് മോളിക്യൂൾസിൻ്റെ സർഫസിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്ത് കാണപ്പെടുന്നു, കോൺസെൻട്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. അഡ്സോർബൻറ്റിനകത്തേക്ക് ഒരൊറ്റ അഡ്സോർബേറ്റ് മോളിക്യൂൾസ് പോലും പോയിട്ടില്ല. അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെടുക്കുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നു, അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത് അതിനെ അഡ്സോർബൻ്റ് എന്നും, ഏത് പാർട്ടിക്കിൾസ് ആണോ വന്ന് അതിൻ്റെ സർഫസിൽ ഇരിക്കുന്നത് അതിനെ അഡ്സോർബേറ്റ് എന്നും പറയാൻ പറ്റും. ഇനി അടുത്ത് എൻ്റെ 2ാമത്തെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ അതായത് അവിടെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരു ബിഗർ പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ ആ പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റീരിയർ ഫേസിലേക്ക് അകത്തും എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ചെറിയ സ്പെറിക്കൽ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസിനെ, സ്പെറിക്കൽ ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് അതിനകത്തും വന്നിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സർഫസിൽ മാത്രമല്ല അത് വന്നിരിക്കുന്നത്, ആ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ അകത്തെ ഫേസിലുമുണ്ട്. അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് അതിനെ ബൾക്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സർഫസിൽ മാത്രമല്ല ബൾക്കിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ.
അബ്സോർബ്ഡ് മോളിക്യൂൾസ്, ABSORBED, അബ്സോർബ്ഡ് മോളിക്യൂൾസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞത് അഡ്സോർബ്ഡ് മോളിക്യൂൾസ് ആണ്, ADSORBED, അഡ്സോർബ്ഡ് മോളിക്യൂളും, അതായത് സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നു, അഡ്സോർബേറ്റിൻ്റെ സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കേസിലാണെങ്കിൽ ആ എടുത്തിരിക്കുന്ന ഒരു മോളിക്യൂളിൻ്റെ സർഫസിലും ഇന്നർ ഫേസിലും എല്ലാം ബൾക്കിലും മൊത്തത്തിൽ പാർട്ടിക്കിൾസ് പെനട്രേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അതിനെ അബ്സോർബ്ഡ് മോളിക്യൂൾസ് എന്ന് പറയാൻ പറ്റും. ഇനി മൂന്നാമതൊരു പിക്ചറും കൂടി അതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അവിടെ എന്താണ് എഴുതിയേക്കുന്നത്? സോപ്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ സർഫസ്, ബിഗർ മോളിക്യൂൾസിൻ്റെ സർഫസിലെല്ലാം എന്തുണ്ട്? പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്തിരുന്നു. സർഫസിൽ മാത്രം ഇരിക്കുവാണെങ്കിൽ നമ്മളതിനെ അഡ്സോപ്ഷൻ എന്ന് പറയും. എന്നാൽ ഇത് സർഫസിൽ മാത്രമല്ല, സർഫസിൽ നിന്നും അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇൻറ്റീരിയർ ഫേസിലേക്കും കൂടി പാർട്ടിക്കിൾസ് പോയിരിപ്പുണ്ട്. അങ്ങനെ വരുന്നതിന് അബ്സോർപ്ഷൻ. അപ്പോൾ ഒരേ സമയം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോപ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 3 വേർഡുകളാണ് മനസ്സിലാക്കുന്നത്: അഡ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ, സോപ്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ സർഫസ് ഫിനോമിനാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഫിനോമിനാണ്. സോപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും അവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ബൾക്കിനകത്തേക്കും കൂടി പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ് ഗെറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ബോഡി ഓഫ് ദി സോളിഡ്. അതായത് നമ്മളൊരു സോളിഡ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ സോളിഡിൻ്റെ സർഫസിലും അതിൻ്റെ ഇൻറ്റീരിയർ ഫേസിലും പാർട്ടിക്കിൾസ്, ഗ്യാസ് ആയാലും ലിക്വിഡിൻ്റെ ആയാലും പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. It is the phenomenon in which the particles of gas or liquid get uniformly distributed throughout the body of the solid. അതോടൊപ്പം തന്നെ അബ്സോർപ്ഷൻ്റെ സെക്കൻഡ് പോയിന്റ്, അതായത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. കോൺസെൻട്രേഷൻ ഈസ് സെയിം ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ. ആ പിക്ചറിൽ തന്നെ കണ്ടാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഒരുപോലെയാണ്. സർഫസിൽ കൂടുതലെന്നോ ഇൻറ്റീരിയർ ഫേസിൽ കൂടുതലെന്നോ ഇല്ല, എല്ലായിടത്തും കോൺസെൻട്രേഷൻ ഒരുപോലെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒന്നും കൂടി അതിൻ്റെ അടുത്ത തേർഡ് പോയിന്റ്, അബ്സോർപ്ഷൻ ഒക്കേഴ്സ് അറ്റ് യൂണിഫോം റേറ്റ്. ഒരേപോലെയാണ്, യൂണിഫോം റേറ്റിലാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ്റെ 3 പോയിന്റ് ക്ലിയർ ആയി കാണും. ഇനി അടുത്തത് അഡ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സർഫസിലാണ് പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് higher concentration of particles of gas or liquid on the surface than in the bulk of the solid. അതായത് നമ്മൾ ആ പിക്ചറിൽ മനസ്സിലാക്കിയതാണ്, സോളിഡ് ആയിട്ടുള്ളൊരു അഡ്സോർബൻ്റ് എടുത്താൽ അതിൻ്റെ സർഫസിലായിരിക്കും പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് സർഫസിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ എഴുതാം നമുക്ക്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ് ഓൺ ദി സർഫസ് ദാൻ ഇൻ ദി ബൾക്ക് ഓഫ് ദി സോളിഡ്. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് ആയാലും ലിക്വിഡ് പാർട്ടിക്കിൾസ് ആയാലും സർഫസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും ദാൻ ബൾക്ക് ഓഫ് ദി സോളിഡ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അല്ല, അതിൻ്റെ സർഫസിലാണ് മാക്സിമം വരുന്നത്. കോൺസെൻട്രേഷൻ ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ ദി ബൾക്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ സർഫസിലാണ് ഈ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സർഫസിൽ വന്നിരിക്കാൻ പറ്റുന്നതിന് ഒരു മിനിമം ഒരു സൈറ്റ് കാണും. ആ പെർട്ടിക്കുലർ സൈറ്റിലെല്ലാം പാർട്ടിക്കിൾസ് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സ് വഴി ആ അഡ്സോർപ്ഷൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റില്ല. മാക്സിമം സൈറ്റിലെല്ലാം പാർട്ടിക്കിൾസ് വന്നിരിക്കും, അതിൻ്റെ സർഫസിൽ ഇരിക്കാൻ പറ്റുന്ന എല്ലാ പൊസിഷനുകളിലും പാർട്ടിക്കിൾസ് വന്നിരിക്കും. അപ്പോൾ ആദ്യം പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അതായത് അഡ്സോർബൻറ്റിൻ്റെ
സർഫസിൽ എവിടെയൊക്കെ ഫ്രീ സ്പേസ് ഉണ്ടോ അവിടെയെല്ലാം പാർട്ടിക്കിൾസ് വന്നിരിക്കും. ഇനി അവിടെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്സോർപ്ഷൻ റേറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് തേർഡ് പോയിന്റ് അതാണ്, അഡ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ഇൻ ദ ബിഗിനിങ്. തുടക്കത്തിൽ വളരെ പെട്ടെന്ന് നടക്കും, റാപ്പിഡായിട്ട് നടക്കും. ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ്. പതുക്കെ പതുക്കെ അതിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. കാരണം അതിൻ്റെ ആ സർഫസിൽ എത്രമാത്രം മാക്സിമം പാർട്ടിക്കിൾസ് വന്നിരിക്കാൻ പറ്റുമോ അത്രയും പാർട്ടിക്കിൾസ് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അഡ്സോർപ്ഷൻ റേറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതാണ് തേർഡ് പോയിന്റ്. അഡ്സോർപ്ഷൻ ഈസ് റാപ്പിഡ്ലി ഇൻ ദ ബിഗിനിങ് ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ്. അടുത്ത് നമുക്ക് സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരേ സമയം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ബോത്ത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സോർപ്ഷൻ എന്ന് പറഞ്ഞത്. ചില വർഷങ്ങളിൽ സോർപ്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അമോണിയ ക്യാൻ അണ്ടർഗോ adsorption and absorption when ammonia is passed through water in contact with charcoal. അപ്പോൾ നമ്മൾ അമോണിയ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു വാട്ടർ സൊല്യൂഷനിലൂടെ കടത്തിവിടുന്നു, വാട്ടറിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ വാട്ടറിൻ്റെ പ്രത്യേകത, വാട്ടർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ചാർക്കോൾ. ചാർക്കോളുമായി കോണ്ടാക്റ്റിലിരിക്കുന്ന വാട്ടർ ആയിരിക്കും. അപ്പോൾ ശരിക്കും അമോണിയയും വാട്ടറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമോണിയ എന്ത് സംഭവിക്കും? അമോണിയ വാട്ടറിൽ അങ്ങ് ഡിസോൾവ് ചെയ്യും. അതാണ് നമുക്ക് നോർമൽ കേസിൽ അറിയാവുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് അബ്സോർപ്ഷനാണ്. അമോണിയ വാട്ടറുമായി ചേരുന്നു. അതായത് അവിടെ യൂണിഫോംലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടാകും. എന്നാൽ നമ്മളവിടെ ചാർക്കോൾ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ചാർക്കോളിൻ്റെ സർഫസിൽ ഈ അമോണിയ പാർട്ടിക്കിൾസ് വന്നിരിക്കും. അങ്ങനെ വന്നിരിക്കുന്നതിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഒരേ സമയം തന്നെ ഈ പെർട്ടിക്കുലർ കേസിൽ അബ്സോർപ്ഷനും നടക്കും, അഡ്സോർപ്ഷൻ നടക്കും. അതായത് അമോണിയ ക്യാൻ അണ്ടർഗോ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എപ്പോഴാണ്? വെൻ അമോണിയ ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ ഇൻ കോണ്ടാക്ട് വിത്ത് ചാർക്കോൾ. അതായത് വാട്ടർ മാത്രമേ എടുത്തോളെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതേസമയം വാട്ടറിനകത്ത് ചാർക്കോൾ കൂടി ഉണ്ടെങ്കിൽ അമോണിയയും വാട്ടറും തമ്മിൽ ചേർന്ന് അബ്സോർപ്ഷൻ നടക്കും. ചാർക്കോളിൻ്റെ സാന്നിധ്യത്തിലാകുമ്പം അമോണിയ ചാർക്കോളിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അഡ്സോർപ്ഷനും നടക്കും. ഹിയർ വാട്ടർ ഡിസോൾവ്സ് അമോണിയ, ദാറ്റ് ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ. അമോണിയ അഡ്സോർബ്ഡ് ബൈ ചാർക്കോൾ, അതിനെ അഡ്സോർപ്ഷൻ എന്ന്. അപ്പോൾ ഒരേ സമയം തന്നെ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുന്നതിന് എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സോർപ്ഷൻ. നെക്സ്റ്റ്, മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. അതായത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അഡ്സോർബേറ്റ് വന്നിരിക്കുന്നു. അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സർഫസിൽ അതിനെ പറ്റിയ ആക്റ്റീവ് സൈറ്റുകൾ കാണും, അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വരും. സർഫസിൽ വന്നിരിക്കുന്ന പാർട്ടിക്കിൾക്കുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ സർഫസ് ടെൻഷൻ പഠിക്കുന്ന കേസുണ്ട്. സർഫസ് ടെൻഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ബീക്കറിൽ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ സർഫസിലിരിക്കുന്ന പാർട്ടിക്കിൾസ് വാട്ടറിനകത്തേക്ക് ഇൻവേർഡ് പുള്ളുണ്ട്, വാട്ടറിനകത്തേക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും. വാട്ടറിനകത്ത്, അതായത് ആ സർഫസിനകത്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ഏതെടുത്താലും അതിന് ചുറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അത് ബാലൻസ്ഡ് അട്രാക്ഷൻ. എന്നാൽ സർഫസിലിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് താഴേക്ക് മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ, മുകളിലേക്ക് വാട്ടറിന് സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഫോഴ്സ്, അവിടെയുള്ള ഫോഴ്സ് എന്താണ്? അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സാണ്. അത് ഇൻവേർഡ് പുള്ളെന്ന് പറയും. അല്ലെങ്കിൽ ആ സൊല്യൂഷനകത്തേക്ക് സർഫസിലിരിക്കുന്ന മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അട്രാക്ഷൻ അല്ല. അതേപോലെ നമ്മളിവിടെ ഒരു സർഫസ് എടുക്കുമ്പോൾ സർഫസിലാണ് പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സർഫസിലിരിക്കുന്ന പാർട്ടിക്കിൾസിന് ആ സർഫസിന് മുകളിലേക്ക് ഒരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അൺബാലൻസ്ഡ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്? അഡ്സോർപ്ഷൻ ഈസ് ഡ്യൂ ടു ദി അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻറ്റ്. അതായത് അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ വന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് ആ അഡ്സോർബൻറ്റിനകത്തേക്കൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതായത് ഒരു അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും.
അപ്പോൾ ഓൺ ദി സർഫസ് ദ പാർട്ടിക്കിൾസ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദി സെയിം കൈൻഡ്. അതും കൂടെ ഓർത്തിരുന്നാൽ മതി, രണ്ടും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഓൺ ദി സർഫസ് ദ പാർട്ടിക്കിൾസ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദി സെയിം കൈൻഡ്. സെയിം കൈൻഡ് ആറ്റങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടില്ല എന്നതാണ് ആ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് മെക്കാനിസം എന്താണ്, അങ്ങനെയുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് അവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നത്. അഡ്സോർപ്ഷൻ ഈസ് ഡ്യൂ ടു ദി unbalanced attractive forces on the surface of the adsorbent. On the surface, the particles are not surrounded by atoms or molecules of the same kind. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ എടുത്തിരിക്കുന്ന സോളിഡ് മോളിക്യൂൾസിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ മതി. അതായത് ഒരു സോളിഡ് ഫോമിലിരിക്കുന്ന പാർട്ടിക്കിൾസിനെ വീണ്ടും ചെറിയ തരികളാക്കിയൊക്കെ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് അതിന് ചുറ്റുമുള്ള ആക്റ്റീവ് സൈറ്റുകൾ കൂടും. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്സോർപ്ഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദ ഫോഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വെൻ സോളിഡ് ഈസ് പൾവറൈസ്ഡ് ഓർ ദി സർഫസ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പം നമ്മളൊരു സോളിഡ് ഫോമിലിരിക്കുന്ന പാർട്ടിക്കിൾസിന് സർഫസിലുള്ള ആക്റ്റീവ് സൈറ്റുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഈ അഡ്സോർപ്ഷൻ നടക്കാനുള്ള ആക്റ്റീവ് സൈറ്റുകളുടെ എണ്ണം എങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും? അതിനെ എന്ത് ചെയ്യുക, അതിനെ ചെറിയ തരികളൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതിലൂടെ മാക്സിമം പാർട്ടിക്കിൾസിനെ നമുക്ക് അതിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യിപ്പിക്കാം. അതായത് ദ ഫോഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വെൻ സോളിഡ് ഈസ് പൾവറൈസ്ഡ് ഓർ ദി സർഫസ് ഏരിയ ഇൻക്രീസ്ഡ്. ഇനി ഇവിടെ സംഭവിക്കുന്ന തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷൻസ് എന്തൊക്കെയാണ്? തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച്, ഫ്രീ എനർജി ഡെൽറ്റ ജി ഫ്രീ എനർജി ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ. During adsorption, a new bond is formed between adsorbent and adsorbate. നമുക്കറിയാവുന്നൊരു കേസാണ്. നമ്മൾ അഡ്സോർബൻ്റ് എടുക്കുന്നു, അതിൻ്റെ സർഫസിലേക്ക് അഡ്സോർബേറ്റ് മോളിക്യൂൾസ് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു ബോണ്ട്, അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ ആക്റ്റീവ് സൈറ്റുകൾ കാണും. അപ്പോൾ ആ ആക്റ്റീവ് സൈറ്റിലേക്ക് അഡ്സോർബേറ്റ് മോളിക്യൂൾസിനെ ഇത് അട്രാക്റ്റ് ചെയ്ത് വെക്കുന്നു. അതുവഴി ഒരു ന്യൂ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഹീറ്റ് എവല്യൂഷൻ പ്രോസസ്സാണ്, ദാറ്റ് ഈസ് എക്സോതെർമിക് പ്രോസസ്സാണ്. ഈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എവല്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. എക്സോതെർമിക് പ്രോസസ്സാണ്. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. അതോടൊപ്പം തന്നെ ഈ അഡ്സോർപ്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. പിന്നീട് അതിൻ്റെ ഫ്രീ ആയിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ എ ഗ്യാസ് ഈസ് അഡ്സോർബ്ഡ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മോളിക്യൂൾസ് ബിക്കം റെസ്ട്രിക്റ്റഡ്. അതായത് ഗ്യാസ് മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ അഡ്സോർപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് മൂവ് ചെയ്യാനുള്ള മൂവ്മെൻറ്റിന് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഫ്രീ എനർജി, അന്നേരം നമുക്കറിയാം മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കും? എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. അപ്പോൾ അഡ്സോർപ്ഷൻ ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. അപ്പോൾ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, അല്ലെങ്കിൽ എക്സോതെർമിക് പ്രോസസ്സാണ്. ഡെൽറ്റ എസ് നെഗറ്റീവാണ്, എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ എപ്പോഴും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഡെൽറ്റ ജി ഈസ് നെഗറ്റീവാണ്. ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.